എല്ലാവർക്കും ചില്ലൻ പാക്കിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിനെ പറ്റിയുള്ളതാണ്. ജൂൺ 2-നായിരുന്നു നമ്മൾ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. പോകുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയൊരു തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇതാണ് വാവലിപ്പുഴ. ഈ വാവലിപ്പുഴയുടെ പുഴയിലേക്ക് കൂടി കുറുകയും പോവാം. ഇതുപോലെ ഈ മണൽത്തിട്ട നിറച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് കൂടി നമുക്ക് പോകാം. ഇത് നടപ്പന്തലാണ്. ഇപ്പം നടപ്പന്തലൊക്കെ കെട്ടി നന്നായിട്ട് വൃത്തിയിൽ വെച്ചിരിക്കുകയാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഇതുപോലെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഷെഡുകളിലാണ് അവിടെയുള്ള ആ ക്ഷേത്രത്തിലെ ജീവനക്കാരായാലും അതുപോലെ മറ്റു കാര്യങ്ങൾക്കുള്ളവരും ഇത് താമസിക്കുന്നത്. ഈ ഒരു സ്ഥലത്തെ കൂടി കടന്നിട്ട് വേണം നമുക്ക് ദർശനത്തിന് എത്താൻ. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ശേഷം എന്നുള്ള സമയം തിരഞ്ഞെടുത്ത് തന്നെ തിരക്ക് കുറവായിരിക്കും, രാവിലെ നല്ല തിരക്കായിരിക്കും എന്നുള്ളത് കൊണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ദർശനം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റി. വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റി. ഇത് ചോറൂണിനുള്ള സ്ഥലമാണ്. വഴിപാടായി ചോറൂൺ കഴിപ്പിക്കുന്നവർക്ക് ഉള്ള ഒരു സ്ഥലമാണ് ആ കാണുന്നത്. വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നടന്നു പോകാനുള്ള വെള്ളവും അതുപോലെ വാവലിപ്പുഴയിലുള്ള വെള്ളവും കുറവായിരുന്നു. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കും അതുപോലെ വെള്ളത്തിൻ്റെ ആ ഒരു ശക്തിയും കുറവായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ച് വർഷമായി ഞാൻ കൊട്ടിയൂരേക്ക് പോയിട്ട്, വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉരുളൻ കല്ലുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ വെള്ളത്തിലുള്ള ഈ നടവഴിയിലൊക്കെ ഉരുളൻ കല്ലുകളായിരുന്നു. ഇപ്പം അത് കരിങ്കല്ല് പാകി നല്ല സ്ലാബ് ആക്കിയിട്ടുള്ള കരിങ്കല്ല് പാകിയിട്ട് നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, നടക്കാനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോഴുള്ളത്. ഇത് തീർത്ഥക്കുളമാണ്, തീർത്ഥക്കുണ്ട് എന്ന് പറയും. ഈ തീർത്ഥക്കുളത്തു നിന്നുള്ള വെള്ളമാണ് ആൾക്കാർ വാങ്ങിയിട്ട് കഴിക്കുകയാണ്, പ്രസാദമായിട്ട് വാങ്ങി കഴിക്കുകയാണ്. ഈ തീർത്ഥക്കുണ്ടിലുള്ള വെള്ളം തീർത്ഥക്കുണ്ട് എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. തീർത്ഥക്കുളമാണ്. ചാക്യാർക്ക്, കൂത്തമ്പലം, അതുപോലെ കണക്കപ്പിള്ള, ഇങ്ങനെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഈ ഒരു ഷെഡിലാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാരുള്ളത്. ഇതൊക്കെ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്കരെ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമാണ് ഇക്കരെ കൊട്ടിയൂർ പോകേണ്ടത്. അക്കരെ കൊട്ടിയൂർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൈശാഖ മഹോത്സവത്തിന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്കരെ കൊട്ടിയൂരിൽ അതുപോലെ പൂജയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല. അത് അടച്ചിട്ടായിരിക്കും ഉണ്ടാവുക. എങ്കിലും അവിടെയും ദർശനം നടത്തും. കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം വഴിപാടായി നടത്തുന്നുള്ള അറിവ് ഈ ഒരു വർഷമാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു തണുത്ത കാറ്റും ചുറ്റും കോടമഞ്ഞുകൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള മലനിരകളും കാടും അതുപോലെ ചെറിയൊരു ചാറ്റൽ മഴയും അതായിരുന്നു ജൂൺ 2 കൊട്ടിയൂർ ക്ഷേത്രത്തിലെ കാലാവസ്ഥ. മെയ് 29 തുടങ്ങുന്ന വൈശാഖ മഹോത്സവം ജൂൺ 24 ഈ മഹോത്സവം തീരുന്നത്. മെയ് 31 മുതലാണ് സ്ത്രീകൾക്ക് പ്രവേശനമുള്ളത്. മെയ് 31 മുതൽ ജൂൺ 20 വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. മെയ് 31 മുതൽ ജൂൺ 20 വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ. അതിനുശേഷം 24 വരെ മഹോത്സവം ഉണ്ടെങ്കിലും, ജൂൺ 24 വരെ മഹോത്സവം ഉണ്ടെങ്കിലും സ്ത്രീകൾക്ക് പ്രവേശനം ജൂൺ 20 വരെ മാത്രമേ ഉള്ളൂ. ജൂൺ 7 ഇളനീർ വെപ്പ് എന്ന പ്രധാന ചടങ്ങ് തുടങ്ങുന്നത്. ഭഗവാന്റെ കൊട്ടിയൂരപ്പൻ്റെ ഉടവാൾ പുറപ്പെടുന്ന മുതിരേരി ക്ഷേത്രത്തിനെ പറ്റിയിട്ടും അത് എങ്ങനെയാണ് ഇവിടത്തേക്ക് വരുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വാളറ എന്നുള്ള സ്ഥലമുണ്ട്. വാളറ എന്നുള്ള ആ ഒരു സേക്രഡ് പ്ലേസ്, ഈ ഒരു ഉടവാള് അവിടെയാണ് ദർശനത്തിന് വെച്ചിരിക്കുന്നത്. നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ വാളറയിലുള്ള ഉടവാൾ, ഭഗവാന്റെ ഉടവാൾ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു വശം ചെരിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഉടവാളിൻ്റെ ദർശനം നമുക്ക് നന്നായിട്ട് ലഭിക്കും. ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ ഷീട്ടാക്കി പ്രസാദം വാങ്ങാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അഷ്ടബന്ധം എന്നുള്ള ആ ഒരു ഇത് കൂടി നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. ഈ അഷ്ടബന്ധം എന്ന് പറഞ്ഞാൽ 28 ദിവസത്തെ വൈശാഖ മഹോത്സവത്തിന് ശേഷം സ്വയംഭൂവായ ഭഗവാന്റെ ശിവലിംഗം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ അഷ്ടബന്ധം. ഒരുപാട് മരുന്നുകൂട്ടുകളും അതുപോലെ ചന്ദനം ഇതുപോലുള്ള ഒരുപാട് മരുന്നുകൂട്ടുകൾ ചേർത്തിട്ടുള്ള ഒന്നാണ്.
ഇത് വെച്ചിട്ടാണ് ഈ സ്വയംഭൂവായ ശിവലിംഗം മൂടി വെക്കുന്നത്. അടുത്ത 11 മാസം, ഈ വൈശാഖ മഹോത്സവം കഴിഞ്ഞുള്ള അടുത്ത 11 മാസം ഈ ശിവലിംഗത്തെ, ഭഗവാന്റെ ശിവലിംഗത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അഷ്ടബന്ധം. ഈ കഴിഞ്ഞ വർഷത്തെ ഈ അഷ്ടബന്ധം ഈ വർഷം അത് ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകുന്നു. ഈ പ്രസാദം പല മരുന്നിനും അതുപോലെ രോഗശമനത്തിനും അതും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ ഒരു ദിവ്യ ഔഷധമായിട്ടാണ് കാണുന്നത്. അടുത്ത വർഷത്തെ തുടക്കത്തിൽ നെയ്യാട്ട ദിവസമാണ് ഇത് മാറ്റുന്നത്. അതിനുശേഷമാണ് ഇത് ഭക്തർക്ക് ദിവ്യപ്രസാദമായിട്ട് നൽകുന്നത്. കൊട്ടിയൂർ ദർശനത്തിന്റെ ഭാഗമായ ഓടപ്പൂ വാങ്ങലും അതുപോലെ ഇക്കരെ കൊട്ടിയൂർ ദർശനവും എല്ലാം ഭംഗിയായി നിർവഹിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിച്ചു.